ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മൂലധനം, സ്വകാര്യ മൂലധനം എന്ന് പറയുന്നത് തന്നെ കൃത്യമായ താല്പര്യങ്ങളും കൃത്യമായ ലക്ഷ്യങ്ങളും ഉള്ളതാണ്. അത് കേരളത്തിൽ വരുമ്പോൾ CPM ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ വരുമ്പോൾ മാത്രം എങ്ങനെ അതല്ലാതായി മാറും? അങ്ങനെ പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്ന് പറയുന്ന വലതുപക്ഷവാദം ശക്തമായി വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, മൂലധനത്തിന് എപ്പോഴും മൂലധനത്തിന് താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവർ മോക്ഷത്തിന് വേണ്ടിയായിരിക്കില്ല വരിക. അല്ല, പക്ഷേ മാഷ് പറഞ്ഞപ്പോൾ ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപം സ്വീകരിക്കും നാടിൻ്റെ പൊതു താല്പര്യാർത്ഥം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനൊരു നമ്മളിപ്പോൾ വ്യവസായ സൗഹൃദം നിക്ഷേപങ്ങൾ വരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നിയമങ്ങളൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഒരു തൊഴിൽ നിയമവും മാറ്റം വരുത്താതെ തന്നെ. എന്നാൽ അരാജകമായ പ്രവണതകൾ, തെറ്റായ പ്രവണതകൾ, ആ പ്രവണതകൾക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുന്നു. അടിസ്ഥാന അവകാശങ്ങൾക്കകത്തൊന്നും തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പാർട്ടിയും ഗവൺമെൻറ്റും തയ്യാറല്ല. അത്തരം കണ്ടീഷൻസ് ഇവരുമായിട്ടുള്ള ഈ പറഞ്ഞ MOUയിലേക്കോ അല്ലെങ്കിൽ താല്പര്യപത്രത്തിലേക്കോ ഒക്കെ പോകുന്ന ഘട്ടത്തിൽ ഉറപ്പാക്കും എന്നാണോ? അല്ല, അതിനകത്ത് അങ്ങനെയുള്ള MOU ഉണ്ടെന്ന് ആവശ്യമില്ല. നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താല്പര്യപത്രം പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും വ്യവസായം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ് സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം കേരളം അഭിമാനകരമായി പറഞ്ഞത് നമ്മുടെ ടോപ്പ് അച്ചീവർ സ്ഥാനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് വന്നിട്ടുള്ള വലിയ 28-ൽ നമ്മൾ ഒന്നിലേക്ക് വരികയായിരുന്നു, ഏറ്റവും ടോപ്പ് അച്ചീവർ ആകുകയായിരുന്നു. പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ കുറെ കൂടെ പാർട്ടി ഗൗരവത്തോടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമം ഊന്നൽ അതിൽ തന്നെയായിരിക്കും. അതായത് വ്യവസായ നിക്ഷേപത്തെക്കുറിച്ചും മൂലധന നിക്ഷേപത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് പറയുകയും ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിസ്ഥാന മേഖലയെ അത്ര ഗൗനിക്കുന്നില്ല എന്നൊരു തോന്നലോ പ്രശ്നമോ ഈ സമ്മേളനത്തിലൂടെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളിലൂടെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അതും കൂടി ചേർത്ത് വെച്ചാണോ ഈ നയരേഖയുടെ അല്ലെ പുതുവഴികൾ എന്നതിൽ അതിന് ഊന്നൽ ശക്തമായി പറയുന്നതിന് ഇടയാക്കിയത്? ചില ചർച്ചകളെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. വാർത്തയിൽ വരുന്ന ചർച്ചകളൊന്നും അടിസ്ഥാനരഹിതമാണ്. അവിടെ ഉച്ചരിക്കാത്ത കാര്യം പോലും അത്തരത്തിൽ വന്നു എന്ന മട്ടിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നാം കാണേണ്ടത് സർക്കാർ ചെയ്യുന്നതും ഇതേ സമീപനം തന്നെയാണ്. പൊതുമേഖല അല്ലെങ്കിൽ പരമ്പരാഗത മേഖല അല്ലെങ്കിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമം, ഇതെല്ലാം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സർക്കാർ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കൊല്ലത്താണല്ലോ നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ വ്യവസായങ്ങളിൽ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളിയുടെ PFൻ്റെ തൊഴിലുടമ വിഹിതം അത് ഗവൺമെൻറ് ഏറ്റെടുത്തു, ESIയുടെ ഏറ്റെടുത്തു. അതിനുവേണ്ടി 20 കോടി രൂപ നമ്മളിപ്പോൾ ചെലവഴിക്കുകയാണ്. ഇതുകൂടാതെ സ്വകാര്യ ഫാക്ടറികൾ ആധുനികവൽക്കരിക്കാൻ 5 കോടി നമ്മൾ ചെലവഴിക്കുകയാണ്. സ്ത്രീകളുടെ തൊഴിലിടം കുറേ കൂടി സൗഹൃദമാക്കാൻ 5 കോടി നമ്മൾ ചെലവഴിക്കുകയാണ്. സ്വകാര്യ മുതലാളി, കശുവണ്ടി മുതലാളി വ്യവസായം നടത്തിക്കൊണ്ട് വരുമ്പോൾ അവർ പ്രവർത്തന മൂലധനം വായ്പയായിട്ട് എടുക്കുന്നുവെങ്കിൽ ആ വായ്പയുടെ പലിശയുടെ 50% സർക്കാർ ഏറ്റെടുക്കുകയാണ്. ഇതൊന്നും ചരിത്രത്തിൽ ഇല്ലാത്ത ഇടപെടലുകളാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ്. ഈ തൊഴിലാളിയുടെ ഈ പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരേറ്റവും അധികം നോക്കുന്നത് അതായിരിക്കുമല്ലോ. അതിനൊക്കെ പ്രത്യേക കാഴ്ചപ്പാടോടെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതിൽ മറ്റൊന്നുകൂടി ഉണ്ട്, മന്ത്രി നേരിട്ട് കൈയാളുന്ന കയർ മേഖല കൂടിയുണ്ട്. അത്തരം ആ മേഖലകൾ അവരുടെ ഒരു ക്ഷേമം, ആത്മവിശ്വാസം, വലിയ അടിയുറച്ച ഒരു വിശ്വാസം സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയിലേക്കും അത് കുറേ കൂടി ശക്തമാക്കി തന്നെ പോകുന്ന നിലക്കുള്ളൊരു രാഷ്ട്രീയം ഉറപ്പാക്കുന്നതാണോ സമ്മേളനം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ നടപടികൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത്തരം മേഖലകൾ സ്വാഭാവികം ഇപ്പോൾ പല പരമ്പരാഗത വ്യവസായങ്ങളും നിലവിലില്ല. ഇപ്പോൾ കള്ളിയത്ത് നോക്കിയാൽ വല്ലാതെ ദുർബലപ്പെട്ടു, ബീഡി ദുർബലപ്പെട്ടു, കൈത്തറി പല രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഓസ്കാറിൻ്റെ കഴിഞ്ഞ ദിവസം കൈത്തറിയാണല്ലോ അവിടെ റാമ്പിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ കയറാണെങ്കിൽ പണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും സംഭരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് വിപണനമില്ല, വിപണിക്ക് ആവശ്യമായത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇപ്പം നമ്മളത് മാറി. നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ഡിസൈൻ വന്നു, അതിനനുസരിച്ച് ഉൽപ്പാദനം വന്നു. കേരളത്തിലെ ഒരു തൊഴിലാളി മെഷീൻ ഉപയോഗിച്ച് ഒരു ദിവസം 40 കിലോ കയർ പിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ 200 കിലോ പിരിക്കുകയാണ്. അപ്പോൾ അതിനോട് എങ്ങനെ നമ്മൾ മത്സരിക്കാൻ പറ്റും? കശുവണ്ടി ഒരു ബാഗ് ഉണ്ടാക്കാനായിട്ട് 4200 രൂപയാണ് കേരളത്തിൽ ചിലവ്, 800 രൂപയാണ് മറ്റു പലയിടങ്ങളിലും ചിലവ്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറയ്ക്കണം. ആ തൊഴിലാളിയുടെ കൂലി കൊണ്ടല്ല, അതിന് ആധുനികവൽക്കരണം ആവശ്യമാണ്. ഈ മാറ്റം ഇപ്പോൾ തൊഴിലാളി സംഘടനകളും ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നമ്മുടെ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുകയാണ്. നല്ല മാറ്റം ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ കേരളത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 22,000-23,000 കയർ തൊഴിലാളികളാണുള്ളത്. പിന്നെ നമ്മുടെ ക്ഷേമനിധി സംവിധാനങ്ങൾ അതും ഗൗരവമായ പരിശോധന. ഇപ്പോൾ 1,70,00,000 കയർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം നൽകുന്നതെങ്കിൽ 4 കോടിയിലധികം അതിൻ്റെ പ്രവർത്തന ചെലവ് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല. അത് ശക്തമായി തന്നെ അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളിക്ക് പരമാവധി ആനുകൂല്യം നൽകുന്നതിനുള്ള
സമീപനം സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ലാസ്റ്റ് അതായത് 1,52,00,000 അന്ന് നമ്മുടെ ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായി മിനിസ്റ്റർ പറഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഒരു പിക്ചർ അവതരിപ്പിക്കും എന്നും പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് ഇതുമായി സഹകരിച്ച സംഘടനകളുടെ യോഗമുണ്ട്. 1,75,00,000 1,75,00,000 EOIകളാണ് ഇപ്പോൾ വന്നത്. വെച്ചാൽ അത് അഷ്വേർഡ് ഓഫറാണ് അല്ലെങ്കിൽ അഷ്വേർഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മുൻപിൽ വന്നിട്ടുള്ളത് സാധ്യമാകുമെന്ന് കരുതുന്നത്. അതിപ്പോൾ നമ്മൾ 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 7 ഗ്രൂപ്പുകളെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 12 എക്സ്പെർട്സിനെ ഇതിൻ്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ലെവലിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ നടപ്പ് പൂർത്തിയാക്കി സമ്മേളന വേദിയിൽ കാണാം ഇനി. താങ്ക്